വീണ്ടും അങ്ങനെ അച്ഛമ്മ അയേക്കാണ്. എന്താണ് പറയാനുള്ള? അപ്പൊ വീണ്ടും വല്യമ്മ അയേക്കാണ്. എന്നാണ് പറയാനുള്ളേ? ഓ നീയാണോ ചേച്ചി? നീയാണോ എടുക്കുന്നേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സ്പേസ് കാണുമ്പോൾ അറിയാം നമ്മൾ എത്ര ഹാപ്പി ആണെന്ന്. കാരണം ക്യാപ്ഷനിൽ തബ്ദയിലും കണ്ട പോലെ ആ വ്യക്തി മൂവിയിലിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നു, പുറത്തോട്ട് വന്നു. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു നമ്മൾ 2 ദിവസമായിട്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ കുഞ്ഞാണോ പെൺകുഞ്ഞാണോ വരുന്നത്, എന്തായാലും ഹെൽത്തി ആയിട്ട് വരണമെന്ന് മാത്രം ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു. അപ്പൊ അത് ഹെൽത്തി ആയിട്ട്. പിന്നെ ഞാൻ ബെറ്റിൽ വിജയിച്ചു കേട്ടോ. കാരണം ഞാൻ ഗസ് ചെയ്ത ആളാണ് പുറത്തോട്ട് വന്നേക്കുന്നത്. ഞാൻ എന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിജയിക്കാറുണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ ഇതുപോലത്തെ ബെറ്റ് വെച്ച് ഒരേ പൈസ എനിക്കൊന്ന് കുഞ്ഞുസ് ലോൺ എടുത്താൽ പോലും എനിക്ക് തരാൻ പറ്റാത്തത്രയും പൈസയ്ക്ക് അവള് തോറ്റിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ആ പൈസ തന്നിട്ടില്ല. എനിക്ക് അറിയത്തില്ല എപ്പോൾ തരുമെന്ന്. അങ്ങനെ ബെറ്റ് പരാജയപ്പെടാൻ വേണ്ടി കുഞ്ഞുസിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാവച്ചിയുടെ കാലൊന്ന് പൊള്ളി, അവള് എണ്ണ ഇത്തിരി വീണു. അതുകൊണ്ട് ഞങ്ങളുടെ അവള് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് വിഷമമാകുന്ന നടന്നിട്ട് പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ നോർമലായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവൾ അങ്ങ് കട്ടാക്കി അങ്ങ് പോയി കേട്ടോ. അവളെ എന്നിട്ട് അമ്മയെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞില്ല, അവർക്ക് വിഷമമാവും, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ കാലൊക്കെ ഒന്ന് പൊള്ളിയിരിക്കുകയാണ്, വേദനയൊക്കെ ഉണ്ട്. ഷട്ടി അവിടെ ഇരിക്കുന്നു. 3-4 ദിവസമായിട്ട് അവധി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡൊക്കെ അവിടെ ഫുഡിനൊന്നും എനിക്ക് ഒരു കുറവില്ലല്ലോ. കാരണം അവിടെ കൂടുതൽ ഫുഡ് കിട്ടൂല്ലോ ഇങ്ങനത്തെ പെരുന്നാളിന്റെ. ഷെയർ ചെയ്യും, അതൊക്കെ വലിയൊരു കാര്യമാണല്ലേ. അപ്പം അങ്ങനെ ചെറുതായിട്ട് പൊള്ളിയിരിക്കുന്നു. ക്യൂറാവും, പെട്ടെന്ന് ക്യൂറാ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ അവൾ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. അതെ അതെ. അപ്പൊ വാവിച്ച് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. വാവിച്ചിനെ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് നേരത്തെ വീഡിയോ കോൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കലായിരുന്നല്ലോ നേരത്തെ അവിടെ പരിപാടി. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇന്നലെ നമ്മള് ഫുള്ള് തിരക്കായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം നമ്മളിപ്പോൾ കൂടുതലും കടയിലാണ് ഞങ്ങൾ 2 പേരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം പെൻഡിങ് വരുന്നത്. ഒരു ദിവസം ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഓടി നിങ്ങളുടെ അടുത്തോട്ട് വരും കേട്ടോ. നിങ്ങളില്ലാതെ ഒരു പരിപാടി ഇല്ല. അപ്പം നമുക്ക് ഇന്ന് യൂട്യൂബിൽ നിന്ന് തുച്ഛമായിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത്. എനിക്ക് ഇപ്പം കഴിഞ്ഞ മന്ത് 20,000 താഴെയാണ്. കാരണം നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഒന്നും ചെയ്യാതെ അത്രയും കിട്ടുക. അത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. 3, 4, 5 അതിൽ കൂടുതലൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വലിയ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്കിലും നമ്മൾ പറ്റുന്ന സമയം കൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് ഓടിയെത്തും. അപ്പം നമ്മൾ കൂടുതലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിക്കും, ഒരുപാട് കാര്യങ്ങൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ കടയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് കേട്ടോ. യൂട്യൂബ് എന്നും ഒരു സ്ഥിര വരുമാനമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ 3 വർഷമായിട്ട് ഇതിനകത്തുണ്ട്, ഒരുപാട് നന്ദിയും എല്ലാം ഉണ്ട് യൂട്യൂബിൻ്റെ അടുത്ത്. എങ്കിലും എന്നാണ് ഇത് സ്റ്റോപ്പായി പോകുന്നതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ടിക്ടോക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഭയങ്കര ഗ്രോ ആയിട്ട് കയറി വന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു സമയത്ത് അത് നിന്നങ്ങ് പോയി, ബാൻ ചെയ്ത് പോയി. അതുപോലെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴും ഒരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഞങ്ങൾ 2 പേരും കൂടുതൽ കടയിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നും വെച്ച് യൂട്യൂബിൽ വീഡിയോ ഇടാതിരിക്കത്തില്ല. യൂട്യൂബ് ഉള്ള കാലത്തോളം നമ്മൾ 1-2 ദിവസം ലീവ് എടുത്താലും നിങ്ങൾ എടുത്തിട്ട് ഓടി വരും കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേരപ്പുറത്തുണ്ട്, ചേച്ചിമാരായതിന്റെ സന്തോഷത്തിലാണ്. അതുവഴിയൊക്കെ ഒരാളിപ്പോൾ ലിച്ചുവിനെ റൂമിലോട്ട് ചിറ്റാമ കയറ്റി ഉറക്കാൻ വേണ്ടി ഉറങ്ങിയോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാതെ. ഇത്ര നേരം ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ കുറെ ആക്ഷൻസും പരിപാടികളും കണ്ടു കേട്ടോ. എക്സ്പ്രഷൻ ആണ് ഒരു രക്ഷയിൽ. നിങ്ങൾ ആമിച്ചിന്റെ എല്ലാ പരിപാടികളും അവൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ലച്ചുവിന്റെ ഒരു പരിപാടികളും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ. അതിനുള്ള നമ്മൾ ലച്ചുവിന്റെ അങ്ങനെ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുമില്ല, അതിനുള്ള സമയങ്ങൾ കിട്ടിയിട്ടുമില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞ് ആരാണ് ഫോട്ടോ ഒക്കെ കാണിക്കാം. ഇതിനിടയ്ക്ക് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അതാണ്. അമ്മയും കുഞ്ഞും നല്ല ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്താണ് ചേട്ടനും ചേച്ചിയും കല്യാണമാണ് നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10ാമത്തെ വ്ലോഗിന് ഇടയ്ക്കാന്ന് തോന്നുന്നു. അത്ര അടുത്തായിട്ടാണ്. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും റീച്ച് കിട്ടിയ ഒരു വീഡിയോ അവരുടെ കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കത്തിലുള്ള എല്ലാവർക്കും അറിയാം ചേച്ചിനും ചേട്ടനെ. അപ്പോൾ 2 പേരും അച്ഛനും സേഫ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ. കാരണം അച്ഛൻ്റെ കൂടെയാണ് മൂത്ത പുത്രൻ. അവര് ഉറക്കത്തില്ല ചേട്ടാ. ഇത് രാത്രി പാർക്കിൽ പോക്കാ. രാത്രിയിലും ഇവിടെ വിളിച്ചു നോക്കി, 4 മണിക്ക് എവിടെയെങ്കിലും കോട്ടയത്തെ പാർക്കൊക്കെ തുറന്നിരിക്കുമോ രാത്രിയിൽ. കാരണം അവന് ഉറങ്ങത്തില്ല, അവന് അമ്മ വേണമല്ലോ കൂടെ എപ്പോഴും. അപ്പം തന്നെ രാത്രി കിടന്ന് കണ്ടിട്ട് ചേച്ചി ബുദ്ധിമുട്ടാണ്. രാവിലെ ഒന്നും കുഴപ്പമൊന്നുമില്ല, രാവിലെ വരെ വൈകിട്ട് ഉറങ്ങാറാണ് പ്രശ്നം. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ടോ അല്ലേ. യെസ്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടിച്ചുപൊടിയാ. യെസ്. അപ്പോൾ വീഡിയോയുടെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെല്ലാവരും സോപ്പ് ഉപയോഗിക്കുന്നവരാണ് കുളിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ക്ലെൻസ് ആവുന്ന കൂട്ടത്തിൽ ആ സമയം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നാച്ചുറൽ ഓയിൽസ് എല്ലാം വാഷ് ഔട്ട് ആയിട്ട് പോകും.
അപ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈനെസ്സും ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ഫീൽ ചെയ്യും. ഞാനും അത് ഫീൽ ചെയ്യുന്നതാണ്. ഈ ഒരു ബിസി ഷെഡ്യൂളിൽ എനിക്ക് മോയ്സ്ചറൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്, ആ ലോഷൻ അപ്ലൈ ചെയ്ത് സ്കിൻ മോയ്സ്ചർ ചെയ്യാനായിട്ട് ഒന്നും സമയം കിട്ടുന്നില്ല. ഒരു നോർമൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിച്ചിട്ട് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടും നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കുക. അതായത് സമയമില്ല, അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പം ഈ ഒരു 2-in-1 സൊല്യൂഷൻ, അതായത് സോപ്പിനകത്ത് ലോഷനും ഉണ്ട്, അത് അടിപൊളിയല്ലേ, സോപ്പും ഉണ്ട് ലോഷനും ഉണ്ട്. അതായത് മാമാഅർത്തിന്റെ ലോഷൻ സോപ്സിൽ 2-in-1 സൊല്യൂഷനാണ്. അതിനകത്ത് ലോഷനും ഉണ്ട് സോപ്പും ഉണ്ട്. അതായത് നമുക്ക് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് സോപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലെൻസിങ്ങും ഉണ്ടാകുന്നുണ്ട്. അതേ കൂട്ടത്തിൽ നമുക്ക് 24 hours മോയ്സ്ചറൈസേഷൻ തരുന്ന ലോഷന്റെ ഗുണങ്ങളും സോപ്പിലുണ്ട്. അപ്പോൾ ഞാനത് വായാലെ പറഞ്ഞാൽ എത്രയും ട്രസ്റ്റബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു മോയ്സ്ചറൈസേഷൻ മീറ്റർ ഇതിനോട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്റെ സ്കിൻ ഇപ്പം നോർമലി ഞാനിപ്പോൾ എണീറ്റ് കുളിക്കുന്നതിന് ഇപ്പോൾ ഉള്ള സ്കിന്നാണ്. അപ്പോൾ ഇത് എന്റെ സ്കിന്നിൽ എത്ര മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് ഉണ്ടെന്ന് ഇത് പറയട്ടെ. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് എത്രയുണ്ടെന്ന് പറയട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നീമിന്റെ മോയ്സ്ചറൈസേഷൻ ലോഷൻ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷമുള്ള എന്റെ റീഡിംഗ് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുവാണേ. യെസ്, ഓണായിട്ടുണ്ട്. റെഡാണ് കേട്ടോ, വേണ്ട റെഡാണ് കത്തിയേക്കുന്നത്. മോയ്സ്ചർ 10.4, ഭയങ്കര കുറവാണ് കേട്ടോ. അതേപോലെ ഓയിൽ കണ്ടന്റ് 15.6, അതൊരു സാറ്റ് ചിഹ്നമൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു നോർമൽ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഇത് വെച്ച് കുളിച്ചതിന് ശേഷമുള്ള എൻ്റെ റീഡിങ് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മാമാഅർത്തിന്റെ നീം ലോഷൻ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് വന്നേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ മോയ്സ്ചറൈസേഷൻ ഓയിൽ കണ്ടന്റ് ഒന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, ഓൺ ആയിട്ടുണ്ട്. യെസ്, ഹാപ്പി ഫേസ് ആണ് കേട്ടോ. 43.6 ഉണ്ട് കേട്ടോ. നല്ലൊരു സ്മൈലിയൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റഡ് ആണ്, നല്ല മോയ്സ്ചറൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇത് 24 hours നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതാണ് ഈ ഒരു സോപ്പിന്റെ ഗുണം. അതുപോലെ തന്നെ നമുക്ക് ഓയിൽ കണ്ടന്റും ആവശ്യത്തിന് നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഓയിലും കളയുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന നീം, അതായത് ആര്യവേപ്പില, നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കും കേട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസ് ഒന്നും വരാതെ നോക്കി സ്കിന്നിനെ നല്ലപോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി തരും കേട്ടോ. അതേപോലെ തന്നെ ഇത് ടോക്സിൻ ഫ്രീ ആണ്. അതേപോലെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു അടിപൊളി സോപ്പ് ഉപയോഗിച്ച് തന്നെ കുളിക്കുക. 2-in-1 ഗുണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആരും മിസ് ചെയ്യണ്ട, നേരെ പോയി ഓർഡർ ചെയ്തോ. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിലും അവൈലബിൾ ആണ്. മാമാഅർത്തിന്റെ ഓരോ പ്രൊഡക്ട്സും ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലൂടെയോ WIL 2024 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. അതായത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ പ്രൊഡക്ട്സ് അവർ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് നല്ലപോലെ. അതായത് ഒനിയൻ ഷാമ്പൂവിന്റെ ക്വാളിറ്റി നല്ലപോലെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ലപോലെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഓരോ റിസർച്ചിലും ഇന്നോവേഷൻസിലൂടെ അവർ ഓരോ പ്രൊഡക്ട്സും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. മാമാഅർത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. അതായത് നമുക്ക് ആമസോൺ, നൈക, ഫ്ലിപ്കാർട്ട് എന്നിവയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിലും ഇപ്പൊ നമുക്ക് മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ ഇടുവാം. ഒരാളിവിടെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഇത്ര നേരം തുള്ളിച്ചാടി നടക്കുമായിരുന്നേ. ഉറങ്ങാൻ ടൈം ആയപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഈ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഉറങ്ങി ശീലിച്ച് ഈ സമയത്ത് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ചേച്ചിയായോ മോന്? ചേച്ചിയായോ? ആർക്കാ കുഞ്ഞാവേ ഉണ്ടായേ? ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. എടുക്കണ്ടേ? എങ്ങനെ എടുക്കുന്ന അറിയാവോ? എടുക്കാൻ അറിയാവോ? ആനോ? ഉമ്മ കൊടുക്കുവോ? എത്ര ഉമ്മ കൊടുക്കും? ദാനിക്കുട്ടന്റെയോ? അപ്പൊ മോന്റെയോ? മോന്റെ അനിയത്തിയാണ് കിടന്ന് ഉറങ്ങുന്നുള്ളത്. എനിക്കല്ലി അത് മോന്റെ അനിയൻകുട്ടനാ വന്നേക്കുന്നേ. അനിയൻകുട്ടൻ, ഇത് അനിയത്തിക്കുട്ടി. അങ്ങനെ അനിയൻകുട്ടനാണ് കേട്ടോ വന്നേക്കുന്നേ. അമ്മ വീണ്ടും അങ്ങനെ അച്ചമ്മ ആയേക്കാണ്. എന്തുവാണ് പറയാനുള്ള അച്ചമ്മയായിട്ട്? പോകാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളു കേട്ടോ. അവിടെ അങ്ങ് മേളിൽ കയറാനായിട്ട് ഒരു വഴിയില്ല നമുക്ക്. അവിടെ
സ്റ്റെപ്പല്ല, ലിഫ്റ്റ് ഉണ്ട്. എന്നാലും ഇപ്പൊ അങ്ങോട്ട് വീഴത്തില്ല. ലേബർ റൂമിലൊന്നും ആ കേറ്റത്തില്ല. കുഞ്ഞുങ്ങളുള്ളടത്ത് അതെ അതെ. ചിലപ്പോ 5 ദിവസം. എന്തോ ഞങ്ങളെ പെട്ടെന്ന് കൊടുക്കും. ഇപ്പം മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിലും ഷുഗർ തന്നിട്ടുണ്ട്. ആ അതെ അതെ. അപ്പൊ വീണ്ടും വല്യമ്മയായേക്കാണ്. എന്നാണ് പറയാനുള്ളേ? എന്നാ കൊച്ചിനായിരുന്നു പ്രതീക്ഷിച്ചിരുന്നേ? ഏത് പെണ്ണായാലും ആണായാലും ആരോഗ്യത്തോടെ വന്നല്ലോ, അതല്ലേ? അതെ. 2 ആൺകുഞ്ഞുങ്ങള്, ഇവിടെ 2 പെൺകുഞ്ഞുങ്ങള്. അത് 3 പ്രിയങ്കാപ്പിക്കോ എടുത്തോണ്ട് നടക്കൂ കുഞ്ഞാവേനെ. ഓ എന്റെ പൊന്നു. പിന്നെ ജാനിക്കൂട്ടന്റെ കുഞ്ഞാനിയൻകൂട്ടൻ ഓ ആണോ? നീയാണോ ചേച്ചി? നീയാണോ എടുക്കണേ? നാളെ കുഞ്ഞാവെ കാണാൻ പറ്റും. ഇന്ന് പോയാൽ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റത്തില്ല. ഇന്ന് പോയാൽ അവിടെ കയറ്റി വിടത്തില്ല. ചിലപ്പോ മോനെ കയറ്റി വിടുമായിരിക്കും, ഞങ്ങളെ കയറ്റി വിടത്തില്ല. ഇല്ല കൊച്ചിനെ NIC-യിൽ മാറ്റുമല്ലോ. കൊണ്ടുപോകും, അന്നേരം കൊണ്ടുപോകും. അല്ല അല്ലേലും കൊണ്ടുപോകും. എല്ലാം ചെക്ക് ചെയ്ത് മഞ്ഞപ്പാകുമോ എന്നൊക്കെ നോക്കിയിട്ട് കയ്യിൽ തരത്തുള്ളൂ. അത് കഴിഞ്ഞ് മഞ്ഞപ്പായ വീണ്ടും കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞിട്ട് അവിടുന്ന് വിടത്തുള്ളൂ. എത്ര വാല്യൂവിന് താഴെ നിൽക്കണം മഞ്ഞപ്പ് ഇതിന്റെ വാല്യൂ. അതിനെന്തോ പറയുന്നത് ഇനി മറന്നുപോയി. ഇത് അങ്ങനെ പുതിയ അതിഥി നമ്മുടെ വീട്ടിലൊരു ആൺകുട്ടിയോടെ വന്നേക്കാണ് നമ്മുടെ കുടുംബത്തിലോട്ട്. ഇനി 28 കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ, അല്ലേ? അപ്പൊ നമ്മൾ ഇനിയിപ്പോ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ ഞങ്ങൾ കടയിലോട്ട് ആയിരിക്കുന്നു, ഫുള്ള് കടയിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉറപ്പായിട്ട് വരും. അതിനിടയ്ക്ക് പറ്റുമ്പോൾ ഷോർട്സ് ഒക്കെ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മറ്റേണിറ്റി കിറ്റിന്റെ പേജ് ആമിക്സ് വേൾഡും ലക്ഷ്മീസ് മറ്റേണിറ്റി വേൾഡും എല്ലാവരും ശ്രദ്ധിക്കണം. ഗർഭിണികളൊക്കെ ഉള്ളവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ആ ഒരു രീതിയിൽ നല്ലപോലെ പോകുന്നു. കച്ചവടം കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വീട്ടാനായിട്ട് ഉള്ള ഹാർഡ് വർക്കിലും ഓട്ടത്തിലുമാണ്. അതിന്റെ കൂട്ടത്തിൽ രാഹുൽ ചേട്ടൻ ഉണ്ട് നമ്മുടെ കൂടെ കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും അത് തന്നെ വലിയൊരു സപ്പോർട്ടാണ്. ഞങ്ങൾ രാത്രി ചിലപ്പോൾ ഒരുപാട് താമസിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അത്രയും നേരം നമ്മുടെ ഇവിടെ നിന്ന് ചേട്ടായി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം എല്ലാത്തിനും കൂടി ചേട്ടൻ ഇപ്പൊ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോയേക്കുവാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും കേട്ടോ. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മൾ നാളെ ഒരു Q&A ആണ് ചെയ്യുന്നത്. അതിന് കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും വന്ന് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതൊക്കെ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ആയിരിക്കും നാളെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.